കുറച്ച് ആളുകൾക്ക് മുമ്പ് ഷിയാസ് കരീമിനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടായി. അതായത് പുള്ളിക്കാരൻ കല്യാണ വാഗ്ദാനം നൽകിയിട്ട് ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ചു എന്നുള്ള രീതിക്കായിരുന്നു ആ കേസ് സംഭവം വന്നു വെച്ചാൽ. അപ്പൊ ഇത് വന്ന സമയത്ത് ഒരുപാട് മീഡിയകൾ പല കാര്യങ്ങളും പറഞ്ഞപ്പോഴത്തേക്കും ഈ നമ്മുടെ ഷിയാസ് കരീമിനെ അതിനകത്തൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പുള്ളി എന്ത് ചെയ്തു, പുള്ളി വന്നിട്ട് എല്ലാ മീഡിയനെ അങ്ങോട്ട് അടച്ചങ്ങോട്ട് തെറി പറയുന്ന രീതിക്കുള്ള ഒരു സംഭവം ഉണ്ടായി. അതായത് പുള്ളി ലൈവിനകത്ത് വന്നിട്ട് മീഡിയകളെല്ലാം തെറി വിളിച്ചിട്ടൊരു സംഭവം ഉണ്ടായി. അപ്പൊ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഈ ഒരു കേസിനെ പറ്റിയിട്ട് ഷിയാസ് കരീം വന്നിട്ട് ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻസ് കണ്ടിട്ട് നമുക്ക് പറയാവേ. മീഡിയ എനിക്ക് പേടിയാണ് സീരിയസ്ലി. കാര്യം നല്ല മീഡിയക്കാരെ എനിക്ക് പേടിയില്ല. നിങ്ങൾ നല്ല മീഡിയ, അത് നിങ്ങളെൻ്റെ സുഹൃത്തിനെ പോലെ എൻ്റെ സംസാരിക്കുന്നത്. ചില ആളുകൾ ഷിയാസ് കരീം എന്ന വ്യക്തിയെ അയാളുടെ പൊക്കവും വണ്ണവും അയാളുടെ ശരീരഘടന വെച്ചിട്ട് അല്ലെങ്കിൽ രൂപം വെച്ചിട്ട് അളന്നിട്ട് ആളെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ പേരിൽ കുറ്റം അടിച്ചാക്ഷേപിക്കുന്ന മീഡിയക്കാരോട്, അവരെ മഞ്ഞപ്പത്രം എന്ന് ഞാൻ പറയുന്നത്, അവരെ എനിക്കിഷ്ടമല്ല. ഞാൻ അവരെ തെറി വിളിച്ചിട്ടുണ്ട്. ആ തെറി വിളിച്ചുകൊണ്ട് എനിക്ക് മറ്റുള്ള മീഡിയക്കാരുടെ ശത്രുക്കളായി. കാര്യം ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ പേരിൽ മറ്റുള്ള ആളുകൾ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ള മീഡിയക്കാർ പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചാക്ഷേപിച്ച് മീഡിയക്കാരെ മൊത്തം ഞാൻ ചീത്ത വിളിച്ചു. കാര്യം ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ പേര് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ മീഡിയക്കാർക്ക് ആർക്കും ആയിട്ട് ഞാൻ ആരും റെസ്പോണ്ട് ചെയ്യാതെ ആ ഒരു ടൈമിൽ ഷിയാസ് കരീമിന്റെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാര്യം എല്ലാ മീഡിയകളെ അടച്ചു പുള്ളിക്കാരൻ അങ്ങോട്ട് ഒരു ഇങ്ങനെ എല്ലാ മീഡിയകളും മോശമാണെന്നുള്ള രീതിക്ക് പറഞ്ഞ ആ ഒരു സംഭവം. അതായത് ഇപ്പൊ പല മീഡിയകളും പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഷിയാസ് കരീമിനെ പോലത്തെ ഒരു സെലിബ്രിറ്റീനെ കിട്ടുമ്പോഴത്തേക്കും അവർ ഉറപ്പായിട്ട് അവരെ പല പല രീതിക്കായിരിക്കും അവർ വാർത്തകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് ആ പർട്ടിക്കുലർ ആയിട്ട് ഓരോ മീഡിയകളെ എടുത്ത് പറഞ്ഞതിന് ഇന്ന മീഡിയകൾ പറഞ്ഞതിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ അവരെ മാത്രം ഇപ്പൊ ഇങ്ങനെ ഹാർഷായിട്ട് അവരോട് മാത്രം സംസാരിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഷിയാസ് കരീമിനോട് പറ്റിയതെന്ന് പറഞ്ഞാൽ പുള്ളി ഈ കുറച്ച് മീഡിയകളോടുള്ള പ്രശ്നങ്ങൾ കാരണം പുള്ളി അങ്ങോട്ട് എല്ലാ മീഡിയകളെ അങ്ങോട്ട് അടച്ചങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി, ബാക്കിയുള്ള മീഡിയകളെല്ലാം കൂടെ പുള്ളിക്കാരനെതിരായി. ഈ മീഡിയകളെ നമ്മൾ മാക്സിമം വെറുപ്പിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇപ്പൊ നമ്മൾ സെലിബ്രിറ്റി ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മീഡിയകളെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ എന്തെങ്കിലും ഒരു തക്കം കിട്ടാൻ കാത്തുക്കും. തക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ അപ്പം തന്നെ ഒക്കെ കൂടെ നമ്മൾ അങ്ങോട്ട് പൊതിഞ്ഞു കളയും. അപ്പൊ ഈ ഒരു സംഭവമാണ് ഷിയാസ് കരീമിന്റെ ഭാഗത്ത് ആ ഒരു ടൈമിനകത്ത് വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. ആലോചിച്ചോളൂ, ഞാൻ 10, 12, 13 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട്, അതും ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഞാൻ മോഡലിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പോൾ എൻ്റെ എതിരൊരു പെൺകുട്ടിയാണ് കേസ് കൊടുക്കുന്നത്. ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ പെൺകുട്ടികൾ. കാര്യം അതിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ സ്ത്രീകളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ആരും എൻ്റെ പേര് ഷിയാസ് കരീം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരു സ്ത്രീ വന്ന് പറയുന്നില്ലല്ലോ. ഇത് 2 വർഷം 3 വർഷം കൂടെ പ്രേമം എനിക്ക് 100% പ്രേമം ഉണ്ടായിരുന്നു. എന്നോട് പ്രേമം നടിച്ച് എൻ്റെ കൂടെ ചേർന്ന് ലാസ്റ്റ് ഞാനത് മനസ്സിലാക്കിയ ശേഷം ഞാനത് നിരസിക്കുമ്പോൾ എൻ്റെ പേരിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുന്നതിന് യോജിക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെയാണ്, അതാണ് സത്യമെങ്കിൽ നമ്മൾ യോജിക്കില്ല. അതാണല്ലോ സത്യം. നിങ്ങൾ കണ്ടില്ല, എൻ്റെ പേരിൽ 3 വർഷം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഞാൻ പീഡിപ്പിച്ചു എന്നാണ് എൻ്റെ പേരിൽ കേസ് വന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ പീഡിപ്പിക്കാനുള്ള ഒരു, നിങ്ങൾ എന്നെ എത്ര വർഷമായിട്ട് അറിയാം? ഒരു 3 വർഷമായിട്ട് അറിയാം. എന്തെങ്കിലും രീതി നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ എൻ്റെ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുണ്ടായിരുന്നു? ഇല്ല. നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ഷിയാസ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, എന്നോട് ഇങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്നെ ഇവിടെ പിടിച്ചോട്ട് ഷിയാസ് ചോദിച്ചു, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു നേരം വരാമോന്ന് ഷിയാസ് ചോദിച്ചു? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ബോഡിയും ശരീരമൊക്കെ എനിക്കുണ്ട്. ഒരു സ്ത്രീയായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ കൈ വേർക്കും, എൻ്റെ ഇവിടെ വേർക്കും. അത് ഞാൻ അൺകംഫർട്ടായിട്ടുള്ള ഒരാളാണ്. എനിക്കൊരു കംഫർട്ട് സോണായാൽ മാത്രമാണ് സ്ത്രീയാണെങ്കിൽ പുരുഷനായാലും ഞാൻ സംസാരിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ പ്രേമം നടിച്ച് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് ഞാൻ പറയാം, പൊട്ടന്മാരായ ആളുകൾ വിശ്വസിക്കും, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ വിശ്വസിക്കാം എന്നെ പീഡനവീരെന്നോ അല്ലെങ്കിൽ പീഡിപ്പിച്ചോ എന്തോന്ന് പറയാം. അപ്പൊ ഷിയാസ് കരീം ഇവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു, ഇപ്പൊ കല്യാണ വാഗ്ദാനം നൽകി ഇപ്പൊ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കെതിരെ ആ ഒരു കേസ് വന്നേച്ചത്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് പുള്ളി ഇവിടെ പറയുന്നത്. അപ്പൊ 3 വർഷത്തോളം പുള്ളി ഇങ്ങനെ പ്രേമിച്ചു എന്നാണ് പറയുന്നത്. പുള്ളിക്ക് അങ്ങോട്ട് ഒരു പ്രേമം എന്നുള്ള രീതിക്കായിരുന്നു. പക്ഷേ പുള്ളിക്കാരി ഇങ്ങോട്ട്, അതായത് പുള്ളിക്കാരിയുടെ മുന്നേ നടന്ന, അതായത് പുള്ളിക്കാരി ഓൾറെഡി ഒരു ഹസ്ബൻഡിനെ വെച്ചിട്ടൊക്കെയാണ്, അങ്ങനത്തെ രീതിക്കൊക്കെയാണ് ഷിയാസ് കരീം ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാള്, അതായത് ഇപ്പൊ നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം എന്ന് നടിച്ച് നമ്മളെ കൊണ്ട് അങ്ങോട്ട്, ഇപ്പൊ നമ്മളൊരു സ്നേഹത്തിനകത്തായിരിക്കുമ്പോഴത്തേക്കും നമ്മളവിടെ പല കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. നമ്മൾ ചിലപ്പോൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞെന്ന് വരും, അതൊക്കെ നമ്മൾ പറഞ്ഞെന്ന് വരും. പക്ഷെ ഈ ഒരു റിലേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ടൂളായിട്ട് എടുത്തിട്ട് നിങ്ങൾ പ്രേമിച്ചിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയണതിനോട് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് യോജിക്കണമൊന്നുമില്ല കേട്ടോ. കാര്യം ഇപ്പൊ ഈ ഒരു സംഭവം എന്തുകൊണ്ട് നമുക്ക് തിരിച്ചത് ആലോചിച്ചുകൂടാ? ഇപ്പൊ ഒരു ആണാണ് ഒരു പെണ്ണിനെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഇത്ര വലിയ വിവാദമൊന്നും ആവൂല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നിയമത്തിനകത്തുള്ള പല പല ലൂപ്പ് ഹോളുകളായിട്ട് എനിക്ക് തോന്നിയിരിക്കണ കാര്യം. ഞാൻ പറഞ്ഞ പ്രണയം ഫേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ മെന്റലി ഭയങ്കര ഡിസ്ട്രാക്ട് ആവും. നമ്മൾ ചെയ്യണം തോന്നും,
ലഹരി പദാർത്ഥങ്ങളിൽ അഡിക്റ്റ് ആവും. അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ വരും. ഞാൻ പിന്നെ ഒന്നിനും പോയില്ല. മീഡിയക്കാരനെ വിളിച്ചേ, ഞാൻ ദുബായിലെ സമയത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ല അറിയാമെന്ന് ചോദിച്ചു. അല്ല അതിൽ വന്നല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ പൊന്നേട്ടാ, ഈ പറഞ്ഞ അവർക്കൊന്നും എന്നെ പറ്റി അറിയാൻ പാടില്ല. ഷിയാസ് കരീം നടനും മോഡലും എന്ന് പറഞ്ഞൊരു നല്ല സാധനം കിട്ടി. ഏത് ആ ഒരാഴ്ച ഓടിക്കാൻ ഒരു സാധനം കിട്ടി. അത് വെച്ചാൽ അവർ നല്ലോണം ഓടിച്ചു. അതിലെന്താ സംഭവിക്കുന്ന അറിയോ? ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ, അയാളുടെ വ്യക്തിയുടെ പേഴ്സണാലിറ്റി അവിടെ കില്ല് ചെയ്യുന്നത്. എന്താണ് ഒരു നിമിഷമെങ്കിലും ഒരമ്മ, ഒരു കുടുംബിനി TV കാണുമ്പോൾ എൻ്റെ അമ്മ ഇവൻ ഇങ്ങനത്തെ ആളാണോ? അതാണ് പ്രശ്നം. 5 കൊല്ലം 2 കൊല്ലം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് എൻ്റെ കേസ് കോടതിയിൽ വരാണെന്ന് വയ്ക്കും. കേസ് വന്ന് ഞാൻ കോഷ്യം കൊടുത്തപ്പോൾ ഫസ്റ്റ് കോഷ്യന് തള്ളി, രണ്ടാമത്തെ കോഷ്യം കൊടുത്തു. കോടതിക്ക് മനസ്സിലാക്കണം, തെളിവുകൾ ഉൾപ്പെടെ കോഷ്യം കൊടുക്കണം. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ആ സമയത്ത് അവിടെയായിരുന്നു, ഞാൻ ഈ സമയത്ത് ഇവിടെയായിരുന്നു, ഞങ്ങൾ ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ കല്യാണം, എൻ്റെ പേര് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അവരുടെ സ്ത്രീ കുട്ടിയുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഞാൻ എൻ്റെ വക്കീലായിട്ട് സംസാരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് കേസ് കോടതി തള്ളാണ്. ഈ കേസ് ഒരു കള്ളക്കേസാണ്, കോടതി തള്ളി. അത് വരില്ല മീഡിയയിൽ. ഷിയാസ് ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു സ്ത്രീ ഒരു ആണിനെതിരെ ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് കൊടുക്കണമെങ്കിൽ അപ്പൊ തന്നെ ആ ഒരു ആണിന്റെ ഫേസും എല്ലാം വെച്ചിട്ട് അങ്ങനെ എല്ലാം അപ്പൊ തന്നെ അങ്ങ് പബ്ലിക് ആയിട്ട്, അതായത് മീഡിയ അപ്പൊ തന്നെ മുദ്ര കുത്തി കഴിഞ്ഞു അയാളാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിക്ക് മുദ്ര കുത്തി കഴിഞ്ഞു. എന്നാൽ ഇപ്പൊ ഒരു പെണ്ണിനെതിരെയാണ് എന്തെങ്കിലും ഒരു കേസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഫേസും കാണിക്കൂല, അവരുടെ ഐഡന്റിറ്റി പോലും പലപ്പോഴും കാണിക്കാനായിട്ട് ഇവിടുത്തെ മീഡിയകൾ മടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ നമ്മുടെ നിയമത്തിനകത്തുള്ള ഭയങ്കര രീതിക്കുള്ള പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാറണമെന്ന് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മുടെ നിയമത്തിനകത്തുള്ള ഈ വക സംഭവങ്ങൾ. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ഫേസ് കാണിക്കാത്ത ആ ഒരു സംഭവമൊക്കെ. അപ്പൊ ഈ ഷിയാസ് കരീം ഇവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഷിയാസ് കരീമിന്റെ ആണെങ്കിലും ആ ഒരു വിഷയം വന്ന സമയത്ത് പുള്ളിക്കാരനെ അങ്ങോട്ട് പോർട്രേ ചെയ്ത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ പീഡനം നടത്തിയ ഒരാളാണെന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളി നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊന്നും മീഡിയകൾക്കൊന്നും ഇല്ല. അപ്പൊ അത് മീഡിയകളുടെ ആണെങ്കിലും അത് നമ്മുടെ സൊസൈറ്റി തന്നെ അങ്ങനെയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ഇപ്പൊ എന്തെങ്കിലും ഒരു കുറ്റക്കാരനാണെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്നും പോട്ടെ, അയാൾക്കെതിരെ ഒരു കേസ് വന്നാൽ തന്നെ അപ്പൊ തന്നെ അയാളെ കുറ്റക്കാരനായിട്ട് അങ്ങോട്ട് സൊസൈറ്റി അങ്ങ് വിധിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിനകത്ത് പിന്നെ അയാൾ നിരപരാധിയാണെന്ന് അറിയുമ്പോഴത്തേക്കും ഈ വിധിച്ച ആൾക്കാർ പിന്നെ അത് കൊട്ടിഘോഷിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ മീഡിയനെ ഒറ്റടിക്ക് അടിച്ചാക്ഷേപിക്കുന്നില്ലല്ലോ. എന്നെ മീഡിയക്കാർ വന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ പീഡിപ്പിച്ചോ എന്ന് അങ്ങനെ എടോ, ഇത് ബുദ്ധിയുള്ള ആൾക്ക് 2021 മുതൽ 22 മുതൽ 23 വരെ പീഡിപ്പിച്ചു എൻ്റെ പോയി കേസ് കൊടുത്താൽ അത് എങ്ങനെ പീഡനമാവും നിങ്ങൾ ചിന്തിക്കുന്നേ? അത് പിന്നെ ചോദിക്കുന്ന ആവശ്യമുണ്ട്. നിങ്ങൾ പീഡിപ്പിച്ചു, നിങ്ങൾ പീഡന കേസിന് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ? തെളിവുകൾ ഉണ്ടാവില്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുകൾ ഉണ്ടാവും. കാര്യം ഇതിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഈ മെഡിക്കലും ആണെങ്കിലും ലോജിക്കലി ഇപ്പോൾ ഒരു പോലീസുകാരോട് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഒരു പോലീസുകാരന് പറ്റും. ഞാനിപ്പോൾ ദുബായിലാണെങ്കിൽ അങ്ങനെ ഞാൻ ബ്രൂട്ടലായിട്ട് അങ്ങനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദുബായിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാം. ഒരിക്കലും എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ ദുബായിൽ 1 മന്ത് നിന്നു. എൻ്റെ അടുത്ത് പറയാൻ പാടില്ല. എൻ്റെ അടുത്ത് പോലീസുകാർ പറഞ്ഞാൽ എടാ നിനക്ക് ജാമ്യം എടുത്തിട്ട് നീ ഇങ്ങോട്ട് ഒന്ന് സറണ്ടർ ആയിട്ടോ, അല്ലാതെ ഇങ്ങോട്ട് വരണ്ട കേട്ടോ ചെയ്യാതെ എന്നാ എന്നോട് പറഞ്ഞത്. ഒരു പക്ഷെ ആ പെൺകുട്ടി അങ്ങനെ ഒരു കള്ളക്കേസ് കൊടുക്കാൻ കാരണമായിട്ടുള്ള എന്തായിരിക്കും? എനിക്ക് അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ടാണ് കേസ്. പിന്നെ അവർക്ക് കുട്ടിയുള്ള കാര്യം ഞാൻ അറിഞ്ഞു, അവരുടെ ഹസ്ബൻഡ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞു, അവർക്ക് മുമ്പ് വേറെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം അറിഞ്ഞു, അവർ ഞാനായിട്ടുള്ള സമയത്ത് വേറെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞു, വേറെ പരിപാടികളുള്ള കാര്യം, പിന്നെ അവർ പല സാധനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇതെല്ലാം ഞാൻ അറിയുമ്പോൾ എനിക്ക് കിട്ടിയാണെങ്കിൽ ഇത്ര റീസൺസ് മതിയില്ലേ? ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ആൾക്കാർ ചെറിയ കാര്യങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഡിവോഴ്സ് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് റീസൺ കൊണ്ടാണ്. ഓക്കെ, എന്തൊരവസ്ഥയാണ് നോക്കണേ. അതായത് ഷിയാസിന്റെ ഒപ്പം റിലേഷനകത്ത് ഇരുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഉണ്ടായ പല കാര്യങ്ങളും വെച്ചിട്ട്, അതായത് ഷിയാസിന് തന്നെയാണ് ഈ ഒരു റിലേഷൻ പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. കാര്യം ഈ പുള്ളിക്കാരിക്ക് ഓൾറെഡി ഒരു ഹസ്ബൻഡ് ഉണ്ട്, അതേപോലെ ഒരു കുട്ടിയുണ്ട്, അതേപോലെ ഇവർ പല രീതിക്ക് ഇവരുടെ പല കാര്യങ്ങളും ഈ ഷിയാസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കുമാണ് ഈ ഷിയാസ് ആ ഒരു റിലേഷൻ വേണ്ട എന്ന് വെച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ പോയൊരു സമയത്ത് ഈ കല്യാണ വാഗ്ദാനം നൽകിയെന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ ഒരു കള്ളക്കേസ് കൊടുത്ത്, അതായത് അവരൊരു സ്ത്രീയാണെന്നുള്ള സംഭവം മാത്രം വെച്ചിട്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരാൾക്കെതിരെ ഇങ്ങനത്തെ കള്ളക്കേസൊക്കെ കൊടുക്കുന്നത് അത് എന്ത് പരിപാടിയാണ്? അപ്പൊ ഇതിനൊക്കെ എതിരെ ഒരു ശക്തമായിട്ടുള്ള എന്തെങ്കിലും നിയമവും കാര്യങ്ങളൊക്കെ വന്നോന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. കല്യാണ നിശ്ചയമായ ഫോട്ടോ ഇടുന്നതും കേസ് FIR എഴുതുന്നതൊക്കെ ഒരു ദിവസം തന്നെയാണ്. നിശ്ചയത്തിന് ശേഷം ആക്ച്വലി ഞാനിത് അങ്ങും പറഞ്ഞിട്ടില്ല.
കല്യാണം ഇങ്ങനെ എനിക്ക് ആ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ അറിയിക്കുന്നതാണ്. കല്യാണത്തെ പറ്റിയൊന്നും ഞാൻ അങ്ങനെ ഭീകരമായിട്ട് സംസാരിക്കാൻ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കല്യാണം കഴിച്ച് കല്യാണം ഉണ്ടാവും, ഞാൻ അറിയിക്കാം. ഷുവർ കല്യാണം ഉണ്ടാവും, ഡെഫിനറ്റ്ലി. ഈ നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ ആയിരിക്കോ? നിശ്ചയിച്ച പെൺകുട്ടി തന്നെ കല്യാണം കഴിക്കണമെന്നൊന്നും നമുക്ക് നിയമങ്ങളൊന്നും ഇല്ലോ. കല്യാണം കഴിക്കും ഞാൻ. എനിക്ക് നല്ലൊരു ഇപ്പൊ നിശ്ചയിച്ച പെൺകുട്ടി റെഡി ആവണേ ഞാൻ കുട്ടിയെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ വേറെ ആളെ കല്യാണം കഴിക്കും. എന്തായാലും ഞാൻ കല്യാണം കഴിക്കും. ഡെഫിനറ്റ്ലി കല്യാണം കഴിക്കാതെ ഞാൻ അങ്ങനെ മറ്റേ ചെമ്മീൻ മൂവിയിലെ മധുവിനെ പോലെ മറ്റേ പാട്ട് പാടി മറ്റേ ബീച്ചിലൂടെ നടക്കാൻ. ഓക്കെ, അപ്പൊ ഷിയാസിന്റെ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് പറയുന്നത്. അതായത് കുറച്ച് ആളുകൾക്ക് മുന്നേ പുള്ളിക്കാരന്റെ നിശ്ചയവും കാര്യങ്ങളൊക്കെ നടന്നിട്ട് പിന്നെ അതിനെപ്പറ്റി പുള്ളി അതിന്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നൊക്കെ പല ഒരു സംഭവങ്ങളും ഉണ്ടായി. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് പുള്ളി ഇവിടെ പറയുന്നത്. അതായത് ആ നിശ്ചയം ചിലപ്പോൾ അത് ഇനി മുടങ്ങിപ്പോവാം, അതിനി ഒരു കല്യാണത്തിലേക്ക് എത്തില്ല എന്നുള്ള രീതിക്കാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവണം. അപ്പൊ എന്താണെങ്കിലും ഈ ഷിയാസിന്റെ ഈ ഒരു കേസ് വന്നതോടെ അവരുടെയൊക്കെ ലൈഫിനകത്ത് അത്ര അഫക്റ്റ് ചെയ്യും ഇങ്ങനത്തെ കള്ളക്കേസുകളും സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും. ഈ കള്ളക്കേസൊക്കെ കൊടുക്കുന്നവർക്ക് എളുപ്പമാണ്. കാര്യം അവർ ഈ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാലും അവരുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊന്നും അവർ പുറത്ത് വിടൂല. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പോലും, അതായത് ഈ പുലി വരുന്നേന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പുലി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനത്തെ രീതിക്കുള്ള ആ ഒരു സംഭവം ഈ പല കേസിനകത്തും വരാനായിട്ട് സാധ്യതയുണ്ട്. കാര്യം ഇങ്ങനെ കള്ളക്കേസുകൾ പലരും കൊടുക്കുമ്പോഴത്തേക്ക് ഇനി റിയൽ ആയിട്ടൊരു കേസ് വന്നാലും ആൾക്കാരൊന്ന് സംശയിക്കും, ഇത് കള്ളക്കേസ് ആയിരിക്കുമോ എന്നുള്ള രീതിക്ക് പലരും സംശയിക്കാനായിട്ടുള്ള ഇടവരും ഇങ്ങനത്തെ കള്ളക്കേസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും. അപ്പൊ ഈ ഒരു ഇങ്ങനെ നിയമത്തിനകത്തുള്ള ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടത്തുന്ന പല പല കള്ളക്കേസുകളും നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഷിയാസിന്റെ കേസിനകത്താണെങ്കിലും അതേപോലെ തന്നെ ആയിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവം കാണുമ്പോഴത്തേക്കും തോന്നുന്നത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ ഈ നിയമങ്ങളൊക്കെ ഇനി എന്ന് മാറുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.